വരുന്നത്. ഇതിൻ്റെ ബ്ലൗസാണിത്. ബ്ലൗസ് വരുന്നത് ഗ്രീൻ കളറിലാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള വർക്കാണ്, എന്നാൽ നല്ല എലഗൻറ്റും ആണ്. ഇതേ സെയിം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണിത്. സ്കേർട്ട് വരുന്നത് പ്ലെയിൻ ആയിട്ട് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ്. ടോപ്പ് വരുന്നത് സിൽക്കിലാണ്, പ്ലെയിൻ ആണ്. നെക്കിൽ യോക്കിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം പാലക്കാട് ഡിസൈൻ തന്നെയാണ്. ഈ പാലക്കാട് ഡിസൈന് ഒരു ബോർഡർ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൽ ചെറിയൊരു ഫ്രില്ല് കൊടുത്തൊന്ന് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതും സിമ്പിളായിട്ടുള്ളതാണ്, ഗേൾസിനൊക്കെ നല്ല ഭംഗിയുണ്ടാകും. ഇനി കാണിക്കുന്നത് ഒരു സൽവാറാണ്. ഇതൊരു 5 മീറ്റർ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തയ്ച്ചിട്ടുള്ള ഒരു സൽവാറാണ്. അടിയിലൊരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. താഴെ ടാസൽ വർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് 2 സൈഡിലേക്കും നല്ല വീതിയുണ്ട്. ഇതിൻ്റെ മുകളിൽ മാത്രമാണ് വർക്ക് വരുന്നത്. സെയിം പാലക്കാട് ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇത് റെഡ് കളറിൽ നാഗപടം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അനാർക്കലി മോഡലിലുള്ള ഒരു സൽവാറാണ്. ഗൗണായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് കസവ് ബോർഡർ വരുന്ന ടാസിലൊക്കെ വെച്ചിട്ടുള്ള ഒരു നെറ്റിൻ്റെ ദുപ്പട്ടയുണ്ട്. ഇതിൻ്റെ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു വർക്കാണ്. ഒരു നെക്ലസിൻ്റെ ഷേപ്പിലാണ്, അതുകൊണ്ട് തന്നെ ഒരു വേറെ നെക്ലസിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഡ്രസ്സ്. ഞങ്ങൾ ബുട്ടീക്കിൽ പോയ സമയത്ത് അവിടെ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഒരു മോഡൽ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ളതാണ് അർഷിൻ, വൈറ്റ് ഫെദറിൻ്റെ ഓണറാണ്. ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് പെർമിഷനൊക്കെ തന്നു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നല്ല സപ്പോർട്ടായിരുന്നു. താങ്ക്സ് അർഷിൻ. ഇത് ഈ ഓണത്തിന് ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്തൊരു അനാർക്കലിയാണ്. ലക്നൗ ചിക്കൻകാരി വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ജോർജറ്റ് മെറ്റീരിയലിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്ലെയറുള്ളൊരു അനാർക്കലിയാണ്. അർഷിൻ തന്നെ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. പക്ഷേ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായത് കാരണം എനിക്ക് സൗണ്ട് ഇടാൻ പറ്റിയില്ല. ഇതൊരു വെറൈറ്റി ഡ്രസ്സാണ്. ഒരു സ്കേർട്ടും ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ദാവണി അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ പോലെ ഒരു പീസും ഉണ്ട്. ഇതൊരു ഹാഫ് സാരിയൊക്കെ പോലെ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ഡ്രേപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റും. ഇതിനും ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്രൊക്കേഡിൻ്റെ ബ്ലൗസും ഉണ്ട്. ബ്രൊക്കേഡിൻ്റെ തന്നെ ലേസും ബോർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അടിപൊളി സാരി കാണിക്കാം. ഒരു എലഫൻറ്റ് ഡിസൈനാണ്. ഇതിൽ ഗോൾഡൻ കളർ ത്രെഡും സ്വീക്കൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഗ്രീന് കോമ്പിനേഷനിലാണ് ഈ സാരി വരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു സാരി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ മെയിനായിട്ടും കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഓർഡർ എടുത്തിട്ട് ചെയ്തു തരും. ഇതെല്ലാം ഹാൻഡ്ലൂം സാരിയിൽ ഹാൻഡ് വർക്ക് ചെയ്തതാണ്. ഈ സാരിയിൽ ഷുഗർ ബീഡ് കൊണ്ടാണ് ഡിസൈൻ ചെയ്തത്. ഇത് അതിൻ്റെ കളർ ചേഞ്ചാണ്. പിന്നെ ഈ സാരിയിൽ ത്രെഡ് വർക്കും ബീഡ് വർക്കും വരുന്നുണ്ട്. അതിൻ്റെ 2 കളറുകളാണ്, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. ഇനി ഒരു അടിപൊളി ബ്ലൗസ് കാണിക്കാം. പ്ലെയിൻ സാരിയുടെ കൂടെയും കേരള സാരിയുടെ കൂടെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്ലൗസാണ്. ഇതിൻ്റെ സ്ലീവിലും ബാക്കിലുമാണ് വർക്ക് വരുന്നത്. ബട്ടൺസ് വെച്ച് എംബ്രോയ്ഡറി ചെയ്ത ഒരു കുർത്തി കാണിക്കാം. ഇതിൽ ബട്ടൺസും ത്രെഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ ബീഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. കട്ട് ബീഡ് കൊണ്ടുള്ളൊരു വർക്കാണ് താഴെ കൊടുത്തത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഷോപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നത് ലൈവായിട്ട് കാണാം. ഇപ്പോൾ ഒരു അറബിക് ഡ്രസ്സാണ് ചെയ്യുന്നത്. അറബികളുടെ ജലാബിയ എന്ന് പറയുന്ന ഒരു ഡ്രസ്സുണ്ട്,
അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ റണ്ണിങ് മെറ്റീരിയലൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ അനുസരിച്ചൊക്കെ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇവിടെ നിന്ന് ചെയ്തു തരും. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഓരോരോ ആക്സസറീസാണ് ഇതൊക്കെ. ഇനി ഞാൻ കുറച്ച് സാരി കളക്ഷൻസ് കൂടി കാണിക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.